ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത തിയറിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഇഫ് എ, ബി ആൻഡ് സി ആർ പോയിന്റ്സ് whose position vectors are -2a plus 3b plus 5c, a plus 2b plus 3c and 7a minus c respectively, show that a, b and c are collinear. Answer. സോ നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്. സോ തന്നിട്ടുള്ളത് 3 പോയിൻറ്റ്സിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ് തന്നിട്ടുള്ളത്. കാണാൻ പറഞ്ഞിരിക്കുന്നത് ആ 3 പോയിൻറ്റ്സും കൊളീനിയർ ആണെന്നുള്ളതാണ്. സോ നമുക്ക് കാണേണ്ട കാര്യം ശ്രദ്ധിച്ചു നോക്കുക. പോയിൻറ്റ്സ് ആണ് കൊളീനിയർ ആണെന്ന് കാണിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എപ്പോഴാണ് വെക്ടേഴ്സ് കൊളീനിയർ ആവുക എന്നുള്ളതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇവിടെ കാണിക്കേണ്ടത് പോയിൻറ്റ്സ് കൊളീനിയർ ആണെന്നാണ്. നമുക്കറിയാവുന്നത് എങ്ങനെയാണ് വെക്ടേഴ്സ് കൊളീനിയർ ആവുക എന്നുള്ളതാണ്. സോ തന്നിരിക്കുന്നത് ആദ്യം എഴുതി വയ്ക്കുക. സോ എ, ബി, സിയുടെ പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. സോ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക. എയുടെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ഒരു പോയിന്റ് ഫിക്സ് ചെയ്ത് വെക്കുക, ഒ എന്ന് വിളിക്കുക. സോ ഈ ഒ എ എന്ന് പറയുന്ന വെക്ടർ ആയിരിക്കും എന്ത്? -2a + 3b + 5c. അതേപോലെ ബി എന്ന് പറയുന്ന പോയിന്റ് പൊസിഷൻ വെക്ടർ. സപ്പോസ് ഇതാണ് ബി എന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വെക്ടർ ഒ ബി എന്ത് തന്നിട്ടുണ്ട്? a + 2b + 3c. അതേപോലെ സി എന്ന് പറയുന്ന പോയിന്റ്, സപ്പോസ് സി ഇതാന്ന് വിചാരിക്കുക. സോ ഇതാണ് ഒ സി എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, സോ ദിസ് ഈസ് 7a minus c. സോ ഇത് നമ്മൾ ജോമെട്രിക്കലി എഴുതിയതാണ്. സോ എങ്ങനെയാണ് ഇത് എഴുതാൻ നോക്കുക. സോ പൊസിഷൻ വെക്ടർ ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് എന്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞു, ഒ എ എന്ന് പറയുന്ന വെക്ടർ തന്നെയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു -2a + 3b + 5c. പൊസിഷൻ വെക്ടർ ഓഫ് ബി is equal to OB, which is equal to a plus 2b plus 3c, and position vector of C, that is equal to the vector OC, and that is given by 7a minus c. സോ ഇനി എന്താണ് കാണിക്കാനുള്ളത്? എ, ബി, സി എന്ന് പറയുന്ന പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് കാണിക്കണം. സോ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് 3 പോയിന്റ്സ് എപ്പോഴാണ് കൊളീനിയർ ആവുക. 3 പോയിന്റ്സ് കൊളീനിയർ ആവണമെന്നുണ്ടെങ്കിൽ ആ 3 പോയിന്റും ഒരേ ലൈനിലായിരിക്കണം. സോ നമ്മളെടുക്കുന്ന 3 പോയിന്റ്സ് ഒരേ ലൈനിലാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? ആ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പറയാം. സോ നമുക്കിവിടെ കാണിക്കേണ്ടത് ഈ എ, ബി, സി എന്ന് പറയുന്ന പോയിന്റ്സ് ഒരേ ലൈനിലാണെന്ന് കാണിക്കണം. സോ നമ്മൾ വെക്ടർ ഉപയോഗിച്ച് എങ്ങനെ കാണും? സോ നമ്മൾ വെക്ടേഴ്സിൽ എന്ത് പഠിച്ചിട്ടുണ്ട്? കൊളീനിയറാറ്റി പഠിച്ചിട്ടുണ്ട്. കൊളീനിയർ വെക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു. ഒന്നെങ്കിൽ അവർ സെയിം ലൈനിലായിരിക്കണം, ആ വെക്ടേഴ്സ് സെയിം ലൈനിലായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ലൈൻസ് പാരലൽ ആയിരിക്കണം. ചിത്രത്തിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ഈ റിമാർക്കാണ് കുറച്ചുകൂടി നല്ലത്. നമ്മൾ റിമാർക്ക് 1, 2, 3 ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഈ റിമാർക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും. റിമാർക്ക് എന്താ പറയുന്നത്? 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു വെക്ടറിനെ രണ്ടാമത്തെ വെക്ടറിൻ്റെ സ്കേലാർ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റിയാൽ ആ 2 വെക്ടേഴ്സും കൊളീനിയർ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 2 വെക്ടേഴ്സ് എടുക്കുക, അവർ കൊളീനിയർ ആണെന്ന് കാണിക്കുക. സോ ഇവിടെ നമ്മൾ 2 വെക്ടേഴ്സ് എ ബിയും ബി സിയും ആണ് എടുക്കുക. എ ബി ആൻഡ് ബി സി എന്ന് പറയുന്ന വെക്ടേഴ്സ്. നമ്മൾ പറഞ്ഞു 3 പോയിന്റ്സ് കൊളീനിയർ ആവണമെങ്കിൽ 3ഉം ഒരേ ലൈനിലായിരിക്കണം. സോ നമ്മളിവിടെ എന്ത് ചെയ്യും? എ ബി എന്ന് പറയുന്ന വെക്ടർ ആദ്യം കണ്ടുപിടിക്കുക. എ ബി എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പൊസിഷൻ വെക്ടർ ഓഫ് എയും പൊസിഷൻ വെക്ടർ ഓഫ് ബിയും തന്നു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ, ദാറ്റ് ഈസ് the vector OB minus vector OA, which is equal to OB എന്ന് പറയുന്ന വെക്ടർ എന്തായിരുന്നു? A plus 2B plus 3C minus OA എന്തായിരുന്നു?
-2a + 3b + 5c. സോ മൈനസ് കൊടുത്തുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രാക്കറ്റിലിടുക. വിച്ച് ഈസ് ഈക്വൽ ടു a + 2b + 3c minus of minus plus 2a minus plus minus 3b minus plus minus 5c which is equal to a plus 2a എന്താണ് 3a, 2b minus 3b minus b, 3c minus 5c minus 2c. നെക്സ്റ്റ് വെക്ടർ ബി സി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ബി സി എന്തായിരുന്നു? പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് ബി. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വെക്ടർ ഒ സി മൈനസ് വെക്ടർ ഒ ബി വിച്ച് ഈസ് ഈക്വൽ ടു ഒ സി എന്തായിരുന്നു? 7a മൈനസ് സി മൈനസ് ഒ ബി എന്താണ്? a + 2b + 3c, a + 2b + 3c which is equal to 7a minus c minus a minus plus 2b minus 2b minus plus 3c minus 3c which is equal to 7a minus a 6a. ബിയുടെ ടേം ഇവിടെ ഇല്ല, പക്ഷെ ഇവിടെയുണ്ട്. -2b minus c minus 3c അതെന്തായിരിക്കും? -4c വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 6, ഇവിടെ 2, ഇവിടെ 4, മൂന്നിലും കോമൺ ആയിട്ട് 2 പുറത്തെടുക്കാമല്ലോ. സോ എന്ത് കിട്ടും? ദിസ് ഇസ് 3a മൈനസ് ബി മൈനസ് 2c. പക്ഷേ ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? മേലേക്ക് നോക്കിയേ, 3a മൈനസ് ബി മൈനസ് 2c അല്ലേ? ഈ വെക്ടർ എന്താണ്? ദിസ് ഈസ് നത്തിങ് ബട്ട് വെക്ടർ എ ബി. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 2 × എ ബി. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ബി സി, ദ വെക്ടർ ബി സി ഇസ് എ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് എ ബി. സോ വിച്ച് മീൻസ് ദാറ്റ് ദ വെക്ടേഴ്സ് എ ബി ആൻഡ് ബി സി ആർ collinear vectors. Collinear vectors. And this implies that A, B and C are collinear points. Okay? Clear ആണോ എല്ലാവർക്കും? Problem 2. Find the vector PQ whose terminal points are P 2, 3 and Q 5, 7. Find the magnitude of PQ. Also find a unit vector along PQ. So, answer. So, നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കുക, എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്? 1. വെക്ടർ PQ എന്താണെന്ന് കണ്ടുപിടിക്കണം. 2. മാഗ്നിറ്റ്യൂഡ് ഓഫ് PQ എന്താണെന്ന് കണ്ടുപിടിക്കണം. 3. ദ യൂണിറ്റ് വെക്ടർ അലോങ് PQ എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ ഇതൊക്കെ എന്തായിരുന്നു നമ്മൾ നോക്കി വെക്കുക. നമ്മൾ കമ്പോണൻറ്റ് ഓഫ് എ വെക്ടറിൽ പി ക്യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ കമ്പോണൻസ് എങ്ങനെയാണ് എഴുതിയെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് ഇവിടെ ഉപയോഗിക്കുക. സോ പി ക്യു എന്ന് പറയുന്ന വെക്ടറിൻ്റെ കമ്പോണൻറ്റ് അലോങ് എക്സ് ആക്സിസ് x2 മൈനസ് x1i ആണ്, അലോങ് വൈ ആക്സിസ് y2 മൈനസ് y1j ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിലൂടെ കിട്ടും. രണ്ടാമത്തതും ഇവിടെ നിന്ന് തന്നെ കിട്ടും, കാരണം ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് പറയുന്നുണ്ട്, വിച്ച് ഈസ് നത്തിങ് ബട്ട് സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഓൾറെഡി നമ്മൾ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളത് ടേംസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മളിവിടെ കണ്ടുവച്ചിട്ടുള്ളതാണ്. ഐയുടെ കൂടെയുള്ള ആളെ എഴുതുക, സ്ക്വയർ ചെയ്യുക, പ്ലസ് ജെയുടെ കൂടെയുള്ള ആളെ ചെയ്യുക, സ്ക്വയർ ചെയ്യുക, എന്നിട്ടൊരു സ്ക്വയർ റൂട്ടും കൊടുക്കുക. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് റിമാർക്ക് 3യിൽ നിന്ന് കിട്ടും. റിമാർക്ക് 3 എന്താ പറയുന്നത്? എ എന്ന് പറയുന്ന വെക്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ യൂണിറ്റ് വെക്ടർ along the direction of A is nothing but the vector A divided by magnitude of A. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മുടെ പ്രോബ്ലം ശ്രദ്ധിച്ച് നോക്കുക, അവിടെ നമുക്ക് പൊസിഷൻ വെക്ടേഴ്സ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് വെക്ടർ പി ക്യു കണ്ടുപിടിക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ റിമാർക്ക് വെച്ച് x1 y1 എന്ന് പറയുന്ന പോയിൻറ്റ് 2, 3 ആണെന്ന് വിചാരിക്കുക.
x2 y2 എന്ന് പറയുന്ന പോയിന്റ് എന്താണെന്ന് വിചാരിക്കുക 5 7 ആണെന്ന് വിചാരിക്കുക. സോ പി ക്യൂ എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് എന്തെഴുതാം, എങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 i ആണ്. സോ ഇവിടെ എന്തായിരിക്കും 5 മൈനസ് 2 i പ്ലസ് y2 മൈനസ് y1 j, ദാറ്റ് ഈസ് 7 മൈനസ് 3 j, which is equal to 3i plus 4j. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ക്യു എന്തായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു, നേരത്തെ പറഞ്ഞു x2 മൈനസ് x1ൻ്റെ സ്ക്വയർ കാണുക, y2 മൈനസ് y1ൻ്റെ സ്ക്വയർ കാണുക, ആഡ് ചെയ്യുക, സ്ക്വയർ റൂട്ടാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവിടെ നമ്മൾ ഓൾറെഡി x2 മൈനസ് x1ഉം y2 മൈനസ് y1ഉം കണ്ടുപിടിച്ചതാണ്. സോ ഇവിടെ എന്തെഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ plus 4 square, and that is equal to square root of 9 plus 16. This is square root of 25 and square root of 25 is 5. So നമുക്ക് പി ക്യൂ എന്ന് പറയുന്ന വെക്ടറും കിട്ടി, പി ക്യൂയുടെ മാഗ്നിറ്റ്യൂഡും കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, the unit vector along PQ equal to the vector PQ divided by the magnitude of vector PQ, and that is equal to vector PQ എന്താണ് 3i plus 4j divided by magnitude of PQ is 5, which is equal to 3 by 5i plus 4 by 5j. സോ നമുക്ക് മൂന്നിനുള്ള ആൻസർ കിട്ടി. ക്ലിയർ ആണോ ഇത്? Problem 3. Find the unit vector in the direction of the vector AB where A and B are the points 1, minus 2, 4. The triplet 1, minus 2, 4 and the triplet 0, 3, minus 6 respectively. Answer. So ഇവിടെ നമ്മൾ നമ്മുടെ കമ്പോണൻസിൽ പഠിച്ചത് ഓർത്ത് വയ്ക്കുക. കമ്പോണൻസ് ഓഫ് എ വെക്ടർ ഇൻ സ്പേസിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, പിയും ക്യൂവും പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, സ്പേസിൽ പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പോണൻ്റ് അലോങ് എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ അവിടെ ഓർഡേഡ് പെയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രിപ്ലറ്റ് ആണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതേപോലെ മാഗ്നിറ്റ്യൂഡും നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇവിടെ നേരത്തെ തന്നിരിക്കുന്ന അതേ പ്രോബ്ലം തന്നെയാണ് വേറൊരു രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ എന്താ ചോദിച്ചത്, യൂണിറ്റ് വെക്ടർ എന്താണെന്നാണ് ചോദിച്ചത്. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, എ ബി എന്ന് പറയുന്ന വെക്ടറും വേണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും വേണം. സോ അത് നമുക്ക് എ ബി എന്ന് പറയുന്ന വെക്ടർ കണ്ടുപിടിക്കാം. സോ എ എന്താ തന്നിട്ടുണ്ട്, ദ ട്രിപ്ലെറ്റ് 1, മൈനസ് 2, 4. ബി എന്താണ്, ദ ട്രിപ്ലെറ്റ് 0, 3, മൈനസ് 6. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, x1, y1, z1 എന്ന് പറയുന്ന പോയിന്റിന് എന്ത് വിളിക്കാം, 1, മൈനസ് 2, 4. x2, y2, z2 എന്ന് പറയുന്ന പോയിന്റിനെ എന്ത് വിളിക്കാം, 0, 3, മൈനസ് 6. സോ നമുക്ക് എങ്ങനെ എഴുതാം, എ ബി എന്ന് പറയുന്ന വെക്ടറിനെ, വിച്ച് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 i ആണ്. സോ 0, മൈനസ് 1 i പ്ലസ് y2 മൈനസ് y1 j, 3 മൈനസ് 2. എപ്പോഴും നമ്മൾ മൈനസ് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് എഴുതുക, പ്ലസ് z2 മൈനസ് z1 k. z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 6 ആണ്, മൈനസ് 4 k, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് i. 3 മൈനസ് മൈനസ് 2 is 3 plus 2, that is plus 5j, minus 6 minus 4 minus 10. So minus 10k. ക്ലിയർ ആണോ? നെക്സ്റ്റ് വെക്ടർ എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. അതെങ്ങനെയായിരുന്നു, സ്ക്വയർ റൂട്ട് ഓഫ് ഐയുടെ കൂടെയുള്ള ആളെന്താണ്, -1 ആണ്, അതിൻ്റെ സ്ക്വയർ, പ്ലസ് ജെയുടെ കൂടെയുള്ള ആളെന്താണ്, 5 ആണ്, അതിൻ്റെ സ്ക്വയർ, പ്ലസ് കെയുടെ കൂടെ ആളെന്താണ്, -10 ആണ്, അതിൻ്റെ സ്ക്വയർ, ആൻഡ് സ്ക്വയർ റൂട്ട്, വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1ൻ്റെ സ്ക്വയർ എന്താണ്, 1, പ്ലസ് 5യുടെ സ്ക്വയർ എന്താണ്, 25, പ്ലസ് 10ൻ്റെ സ്ക്വയർ എന്താണ്, 100, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 25 26.
26 പ്ലസ് 100 126. സോ സ്ക്വയർ റൂട്ട് ഓഫ് 126. സ്ക്വയർ റൂട്ട് ഓഫ് 126 എന്താ നേരിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇത് അങ്ങനെ തന്നെ വെക്കുക, ഒന്നും ചെയ്യണ്ട. സോ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരിക. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ നമുക്ക് തന്നിരിക്കുന്നത്, എന്താ കണ്ടുപിടിക്കേണ്ടത്, എന്താണ് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബി. സോ നമുക്കത് എഴുതാം. ദ യൂണിറ്റ് വെക്റ്റർ in the direction of AB, and that is nothing but the vector AB divided by magnitude of the vector AB, and that is equal to minus I plus 5j minus 10k divided by square root of 126, and that is equal to minus 1 by square root of 126i plus 5 divided by square root of 126j minus 10 divided by square root of 126k. Problem 4. The position vector of the points A, B, C, D are 4i plus 3j minus k, 5i plus 2j plus 2k, 2i minus 2j minus 3k, 4i minus 4j plus 3k respectively. Show that AB and CD are parallel and CD equal to 2AB. Answer. സോ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് തന്നിട്ടുള്ളത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്. 4 പോയിൻറ്റ്സിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ എന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെക്ടേഴ്സ് അല്ല തന്നിട്ടുള്ളത്. എ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എയും ബിയും തമ്മിലുള്ള ലൈൻ സെഗ്മെൻ്റ് ആണ്. സോ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ. ആ 2 ലൈൻ സെഗ്മെൻറ്റും പാരലാന്ന് കാണിക്കണം. മറ്റെന്തും കൂടെ കാണിക്കണം, സി ഡി ഈക്വൽ ടു 2AB. ദിസ് മീൻസ് ദാറ്റ് എ ബിയുടെ ലെങ്ത്തിൻ്റെ ഇരട്ടി ആയിരിക്കണം സി ഡി എന്ന് പറയുന്ന ലൈനിൻ്റെ ലെങ്ത്ത്. സോ അതെങ്ങനെ നമുക്ക് വെക്ടേഴ്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾ എഴുതി വെക്കുക. 4 പോയിൻറ്റ്സിൻ്റെ പൊസിഷൻ വെക്ടേഴ്സ് ആണ്. സോ പൊസിഷൻ വെക്ടർ ഓഫ് എ, ദാറ്റ് ഈസ് ദ വെക്ടർ ഒ എ ഈസ് ഈക്വൽ ടു 4i plus 3j minus k. Position vector of B, the vector OB, which is equal to 5i plus 2j plus 2k. Position vector of C, the vector OC, 2i minus 2j minus 3k. And the position vector of D, the vector OD, which is equal to 4i minus 4j plus 3k. സോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 2 ലൈൻ സെഗ്മെൻറ്റ്സ് പാരലൽ ആണെന്നാണ് കാണിക്കേണ്ടത്. അതിനുവേണ്ടി എന്ത് കാണിക്കുക, ആ 2 ലൈൻ സെഗ്മെൻറ്റിനെയും ഡിറക്ഷൻ കൊടുത്തിട്ടുള്ള വെക്ടേഴ്സ് കൊളീനിയർ ആണെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ അതിനു വേണ്ടി ആദ്യം നമ്മൾ എ ബി എന്ന് പറയുന്ന വെക്ടർ എന്താണെന്ന് എഴുതുക. എ ബി എന്ന് പറയുന്ന വെക്ടർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. പൊസിഷൻ വെക്ടർ ഓഫ് ബി minus position vector of A, that is equal to 5i plus 2j plus 2k minus position vector of A, that is 4i plus 3j plus minus k, which is equal to 5i plus 2j plus 2k minus 4i minus 3j minus plus k, and that is equal to 5i minus 4i, that is I, 2j minus 3j minus j, 2k plus k plus 3k. ഇനി നമ്മൾ സി ഡി കണ്ടുപിടിക്കുക. വെക്ടർ സി ഡി. സി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ഡി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് സി, ദാറ്റ് ഈസ് ഈക്വൽ ടു 4i minus 4j plus 3k minus position vector of C, 2i minus 2j minus 3k.
that is equal to 4i minus 4j plus 3k minus 2i minus minus plus 2j minus minus plus 3k, which is equal to 4i minus 2i, 2i minus 4j plus 2j minus 2j plus 3k plus 3k plus 6k. സോ സി ഡി എന്ന് പറയുന്ന വെക്ടർ കിട്ടി. സോ ഇത് നോക്കുമ്പോൾ ഇവിടെ 2 കോമൺ ആണ്. സോ നമ്മൾ പുറത്തേക്ക് എഴുതി വെക്കുക. 2 പുറത്തേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ i മൈനസ് ജെ പ്ലസ് 3k. സോ നമ്മൾ മുന്നേ കണ്ടുപിടിച്ചത് നോക്കിക്കേ. സോ മുന്നേ കണ്ടുപിടിച്ചത് ഇത് തന്നെയല്ലേ? ഇതെന്തായിരുന്നു? ദ വെക്ടർ എ ബി ആയിരുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ദ വെക്ടർ എ ബി. സോ നമുക്ക് എന്ത് കിട്ടി? ദ വെക്ടർ സി ഡി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വെക്ടർ എ ബി. ഇതിൻ്റെ മീനിങ് എന്താണ്? ദിസ് മീൻസ് ദാറ്റ് ദ വെക്ടേഴ്സ് എ ബി ആൻഡ് സി ഡി ആർ കൊളീനിയർ. സോ ലൈൻ സെഗ്മെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദ ലൈൻ സെഗ്മെൻറ്റ്സ് എ ബി ആൻഡ് സി ഡി ആർ പാരലൽ. ഇനി നമുക്ക് ഒന്നും കൂടി കാണിക്കാനുണ്ടല്ലോ. അതെന്തായിരുന്നു? സി ഡി ഈക്വൽ ടു 2ab. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണിക്കാനുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സി ഡി എന്ന് പറയുന്നത് എടുത്തു വയ്ക്കുക. സി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വെക്ടറിൻ്റെ രൂപത്തിൽ എങ്ങനെ എഴുതാം? സി ഡി എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ ഇത്? ക്ലിയർ ആണോ? സി ഡി എന്ന് പറയുന്ന എഴുതി കഴിഞ്ഞാൽ ഇത് ലൈൻ സെഗ്മെൻറ്റിൻ്റെ നീളമാണ്. ഇതെന്ന് വെക്ടറിൻ്റെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വെക്ടർ സി ഡിയുടെ മാഗ്നിറ്റ്യൂഡാണ്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു സി ഡിയുടെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എന്താണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്? 2ab എന്ന് പറയുന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. കാരണം സി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ab ആണ്. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ബി, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ബി എന്താണ്? ലൈൻ സെഗ്മെൻറ്റ് എ ബിയുടെ നീളം അല്ലേ? സോ സി ഡി ഈസ് ഈക്വൽ ടു 2ab. ക്ലിയർ ആണോ? Problem 5. If A and B are position vectors of the points 1, minus 1 and minus 2m, find the value of m for which A and B are collinear. Answer. ഇവിടെ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കുക. കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? നമ്മുടെ കയ്യിൽ എ ബി എന്ന് പറയുന്ന 2 പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ 2 പൊസിഷൻ വെക്ടേഴ്സ് കൊളീനിയർ ആണെന്നുണ്ടെങ്കിൽ ഈ എമ്മിയുടെ വാല്യൂ എന്താണെന്നാണ് നോക്കേണ്ടത്. സോ നമുക്ക് എഴുതി തുടങ്ങി നോക്കാം. പൊസിഷൻ വെക്ടർ ഓഫ് പോയിൻറ്റ് 1, minus 1 എന്ന് പറയുന്നതാണ് എ എന്ന് പറയുന്ന വെക്ടർ. സോ ആ പോയിൻ്റ് ക്യാപിറ്റൽ എ ആണെന്ന് വിചാരിക്കാം. പൊസിഷൻ വെക്ടർ ഓഫ് എനെയാണ് വെക്ടർ സ്മോൾ എനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു ഓർഡേഡ് പെയർ ആയിട്ടാണല്ലോ തന്നത്. സോ നമ്മൾ കമ്പോണൻസിൽ പഠിച്ചിട്ടുണ്ട് എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതിനെ 1, minus 1 ആണെന്ന് വിചാരിക്കുക. സോ എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്തായിരിക്കും? അതാണ് എക്സ് ഐ. ദാറ്റ് ഈസ് 1i എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആയിരിക്കും. വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പോണൻ്റ് എന്തായിരുന്നു? വൈ ജെ ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ജെ കിട്ടും. സോ ഐ പ്ലസ് മൈനസ് ജെ, ദാറ്റ് ഈസ് ഐ മൈനസ് ജെ. ക്ലിയർ ആണോ നോക്കണേ? സോ ഇവിടെ പൊസിഷൻ വെക്ടർ ഓഫ് എ എന്താവും? ഐ മൈനസ് ജെ ആവും. ബി ഇസ് ഈക്വൽ ടു പൊസിഷൻ വെക്ടർ ഓഫ് ബി. ക്യാപിറ്റൽ ബി നമ്മൾ അസ്യൂം ചെയ്യാണ്. കാരണം 2 പോയിൻറ്റ്സിൻ്റെ പൊസിഷൻ വെക്ടേഴ്സാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ പേരാണ് എന്ത്? സ്മോൾ വെക്ടർ എയും സ്മോൾ വെക്ടർ ബിയും. സോ പൊസിഷൻ വെക്ടർ ഓഫ് ക്യാപിറ്റൽ ബി ആയിട്ട് എന്തെടുക്കുക? മൈനസ് 2i പ്ലസ് എം ജെ. ഇനി എന്താ തന്നിട്ടുള്ളത് നോക്കുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം ഫോർ വിച്ച് എ ആൻഡ് ബി ആർ കൊളീനിയർ. തന്നിട്ടുണ്ട് എന്ത്? ഗിവൺ ദാറ്റ് എ ആൻഡ് ബി ആർ കൊളീനിയർ. ഇവർ കൊളീനിയർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമ്മുടെ പഴയ റിമാർക്ക് ആലോചിച്ച് വെക്കുക. റിമാർക്ക് പ്രകാരം നമുക്ക് എന്ത് കിട്ടും? എ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി, വേർ കെ ഈസ് എ സ്കേലാർ. ക്ലിയർ ആണോ നോക്കണേ?
എയും ബിയും കൊളീനിയർ ആണെന്നുണ്ടെങ്കിൽ, രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആണെങ്കിൽ ഒന്നിനെ രണ്ടാമത്തെ വെക്ടറിൻ്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിനൊന്ന് ഇലാബറേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് കിട്ടും? വെക്ടർ എ എന്തായിരുന്നു? ഐ മൈനസ് ജെ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി എന്ന് പറയുന്ന വെക്ടർ എന്താണ്? മൈനസ് 2i പ്ലസ് എം ജെ. ക്ലിയർ ആണോ? വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മൈനസ് 2 മൈനസ് 2ki പ്ലസ് എം കെ ജെ. ഈ സൈഡും അങ്ങ് എഴുതി വെക്കുക. ഐ മൈനസ് ജെ. ക്ലിയർ ആണോ നോക്കുക. സോ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുക, ലൈക്ക് ടേംസ് കമ്പയർ ചെയ്യുക. സോ ഐയുടെ ടേം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ഇസ് ഈക്വൽ ടു മൈനസ് 2k, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് k എന്ത് കിട്ടും? മൈനസ് 1/2. ഇനി ജെയുടെ ടേം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 1 ഇസ് ഈക്വൽ ടു എം കെ. ക്ലിയർ ആണോ നോക്കണേ. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എം കെ ഇസ് ഈക്വൽ ടു മൈനസ് 1. ദിസ് ഇംപ്ലൈസ് ദാറ്റ് കെ എന്തായിരുന്നു? എം ഇൻറ്റു മൈനസ് 1/2 ഇസ് ഈക്വൽ ടു മൈനസ് 1. ദിസ് ഇംപ്ലൈസ് ദാറ്റ് മൈനസ് m/2 ഇസ് ഈക്വൽ ടു മൈനസ് 1. ദിസ് ഇംപ്ലൈസ് ദാറ്റ് മൈനസ് എം ഇസ് ഈക്വൽ ടു, ഇവിടെ ഡിവിഷൻ ആയിട്ടാണ് 2 വന്നത്, അത് ഈക്വൽ ടുൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുമ്പം മൾട്ടിപ്പിൾ ആയിട്ട് വരും. സോ മൈനസ് 2. ദിസ് ഇംപ്ലൈസ് ദാറ്റ് രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്, അത് പോകുമ്പോൾ എന്ത് കിട്ടും? എം ഇസ് ഈക്വൽ ടു 2. ക്ലിയർ ആണോ ഇത്? സോ എം ഇസ് ഈക്വൽ ടു 2 ആകുമ്പോഴാണ് എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും കൊളീനിയർ ആവുക. പ്രോബ്ലം 6. ഗിവൺ എ ഇസ് ഈക്വൽ ടു 2i plus 3j plus 4k and b is equal to minus I plus 3j plus 2k. If a unit vector in the direction of 3a plus 4b and xi plus yj plus zk are equal, find x, y and z. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടൈപ്പൊക്കെ ചോദിച്ചു വരാറുണ്ട്. സോ ആൻസറിലോട്ട് പോവാം. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കുക. രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എക്സും വൈയും സെഡും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് എക്സും വൈയും സെഡ് വെച്ച് ഒരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡിറക്ഷൻ ഓഫ് 3a plus 4b. 3a plus 4b എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡിറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറും ഈ xi പ്ലസ് yj പ്ലസ് zk എന്ന് പറയുന്ന വെക്ടറും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ സെഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 3a പ്ലസ് 4bയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അതിനാദ്യം എന്ത് കണ്ടുപിടിക്കണം? 3a പ്ലസ് 4b കണ്ടുപിടിക്കണം. സോ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കാം. a ഇസ് ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് 4k ആൻഡ് b ഇസ് ഈക്വൽ ടു മൈനസ് i പ്ലസ് 3j പ്ലസ് 2k. ഇനി 3a പ്ലസ് 4b എന്താന്ന് നോക്കി നോക്കാം. നമുക്ക് ഒരുമിച്ച് എഴുതി നോക്കാം. 3a പ്ലസ് 4b, ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2y പ്ലസ് 3j പ്ലസ് 4k പ്ലസ് 4 ഇൻറ്റു മൈനസ് i പ്ലസ് 3j പ്ലസ് 2k. സോ ബ്രാക്കറ്റ് മാറ്റി നോക്കുക. 3 ഇൻറ്റു 2 6, 6i പ്ലസ് 3 ഇൻറ്റു 3 9j, 3 ഇൻറ്റു 4 പ്ലസ് 12k പ്ലസ് 4 ഇൻറ്റു മൈനസ് 4i പ്ലസ് 12j പ്ലസ് 8k. സോ ഇവിടെ പ്ലസും മൈനസും വന്നു പോയിട്ടുണ്ട്, അതൊന്ന് മാറ്റി എഴുതാം. സോ 6i പ്ലസ് 9j പ്ലസ് 12k മൈനസ് 4i പ്ലസ് 12j പ്ലസ് 8k, which is equal to 6 minus 4 2i, 9 plus 12 21 plus 21j, 12 plus 8 20 plus 20k. So 3a plus 4b നമുക്ക് കിട്ടി.
എപ്പോഴും നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് ആലോചിച്ച് വെക്കുക. 3a + 4bയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ്. അതിനുവേണ്ടി 3a + 4b നമ്മൾ ആദ്യം കണ്ടുവച്ചു. സോ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി വേണ്ടത് 3a + 4bയുടെ മാഗ്നിറ്റ്യൂഡാണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് 3a + 4b എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, 3a + 4bയുടെ വെക്ടർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് എഴുതുക. ഐയുടെ കൂടെയുള്ള കോഷ്യൻ്റ് എഴുതുക. 2 സ്ക്വയർ പ്ലസ് ജെയുടെ കൂടെയുള്ളത് 21 സ്ക്വയർ പ്ലസ് കെയുടെ കൂടെയുള്ള ആൾ 20 സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 സ്ക്വയർ ഇസ് 4. 21ൻ്റെ സ്ക്വയർ എന്താണ്? 21ൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. സാവധാനം ചെയ്താൽ മതിയല്ല. 1 × 1 1, 2 2 4 1 4 4. സോ 441 പ്ലസ് 20യുടെ സ്ക്വയർ 400 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ആഡ് ചെയ്ത് നോക്കുക. 4 പ്ലസ് 441 പ്ലസ് 400 that is 548. So square root of 845. 845ന് നേരിട്ട് സ്ക്വയർ റൂട്ട് ഇല്ല. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. സോ ഇത്രയും കണ്ടുവച്ചു എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് എന്തെഴുതാം? ദ യൂണിറ്റ് വെക്ടർ in the direction of (3a + 4b) എന്തായിരിക്കും? Which is equal to the vector 3a + 4b divided by magnitude of 3a + 4b, and that is 3a + 4b എന്താണെന്ന് എഴുതി വെക്കുക. 2i plus 21j plus 20k divided by 3a + 4bയുടെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് 845 ആണ്. സോ ദിസ് ഈസ് 2 / square root of 845i plus 21 / square root of 845j plus 20 / square root of 845k. സോ നമുക്ക് ചെയ്യേണ്ട ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. സോ വീണ്ടും ക്വസ്റ്റ്യനിലോട്ട് പോവുക. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡിറക്ഷൻ ഓഫ് 3a + 4b ആൻഡ് xi + yj + zk are equal എന്നാണ്. സോ നമ്മളിപ്പോൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലുണ്ട്. സോ അവർ ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സോ 2 / square root of 845i plus 21 / square root of 845j plus 20 square root of 845k. This is equal to എന്താ തന്നിട്ടുണ്ട്? xi plus yj plus zk. സോ ഇത്ര ആയിക്കഴിഞ്ഞാൽ ഈസിയായി. നമുക്കിത് ലൈക്ക് ടേംസ് എന്താ ഇത് ഈക്വേറ്റ് ചെയ്താൽ മതി. സോ ഇവിടെ നിന്ന് നമുക്ക് എക്സ് എന്ത് കിട്ടും? എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐയുടെ കൂടെയുള്ള ആളാണ്. ദാറ്റ് ഈസ് 2 / square root of 845. y is equal to 21 / square root of 845 and z is equal to 20 / square root of 845. ക്ലിയർ ആണോ നോക്കുക. പ്രോബ്ലം 7. If a is equal to I minus 2j plus k, b is equal to minus 2i plus 4j plus 5k, c is equal to I minus 6j plus 7k, evaluate sub-question 1 the magnitude of a and sub-question 2 3a plus 4b minus 2c. Answer. സോ എയുടെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്തെഴുതി വെക്കാം. ദ വെക്ടർ എ ഇസ് ഈക്വൽ ടു I minus 2j plus k, b is equal to minus 2i plus 4j plus 5k, and c is equal to, vector c is equal to I minus 6j plus 7k. സോ നമുക്ക് സബ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. സ്ക്വയർ റൂട്ട് ഓഫ് ഐയുടെ കൂടെ എന്താ ഉള്ളത്? 1, അതിൻ്റെ സ്ക്വയർ
പ്ലസ് ജെയുടെ കൂടെയുള്ള ആൾ -2 അതിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കൂടെയുള്ളത് 1 അതിൻ്റെ സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ ഇസ് 1 പ്ലസ് -2 സ്ക്വയർ ഇസ് 4 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 plus 4 5 5 plus 1 6 സ്ക്വയർ റൂട്ട് ഓഫ് 6. അടുത്തത് സബ് ക്വസ്റ്റ്യൻ 2. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ 3a + 4b - 2c കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഒന്നുകിൽ നമുക്ക് ആദ്യം 3a കണ്ടുപിടിക്കാം, 4b കണ്ടുപിടിക്കാം, 2c കണ്ടുപിടിക്കാം, എന്നിട്ട് ഈ ഓപ്പറേഷൻ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ കുറച്ചും കൂടി എളുപ്പത്തിന് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുകയാണ്. 3a + 4b - 2c വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു a എന്തായിരുന്നു I - 2j + k പ്ലസ് 4 ഇൻറ്റു b എന്തായിരുന്നു -2i + 4j + 5k -2c ആണ്. സോ 2 ഇൻറ്റു c എന്തായിരുന്നു I - 6j + 7k വിച്ച് ഈസ് ഈക്വൽ ടു ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി വെക്കുക. ദാറ്റ് ഈസ് 3i - 6j + 3k. നെക്സ്റ്റ് 4 - 2 -8i + 16j + 20k. നെക്സ്റ്റ് ഇവിടെ -2 ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. സോ -2i + 12j കാരണം മൈനസ് പ്ലസ് ആണ്. മൈനസ് പ്ലസ് എന്താവും മൈനസ് ആവും 14k വിച്ച് ഇസ് ഈക്വൽ ടു. സോ ഞാനിവിടെ എന്തിനാണ് ഇങ്ങനെ എഴുതിയെന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. ഐയുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. 3 - 8 എന്താണ് -5 -5 - 2 -7 സോ -7i. നെക്സ്റ്റ് -6 + 16 എന്താണ് -6ഉം 16ഉം എത്രയാണ്? ഇവിടെ മൈനസ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്, പ്ലസ് ആണെന്നുള്ളത് ആലോചിച്ച് വെക്കണം. സോ +10 ആണ്. +10 + 12 + 22j. നെക്സ്റ്റ് 3 + 20 എത്രയാണ് 23. 23 - 14 that is 9. So 9k. So the answer is -7i + 22j + 9k. ഈ സെഷൻ ഇവിടെ നിർത്തുകയാണ്. ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്തു തന്നെ പഠിക്കുക. കുറച്ചുകൂടി പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.